ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രാജസ്ഥാനിലോ അങ്ങനെ എവിടെയെങ്കിലും ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങ് സൗദി അറേബ്യയിലെ അൽ ഹസാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും പിന്നെ പണ്ടത്തെ കാലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ചൂട് കാലത്ത് വെള്ളം നിറച്ച് വെക്കാനുള്ള നമ്മൾ കൂജ ഉപയോഗിക്കില്ലേ, ആ കൂജ, അതിനൊരു സ്റ്റാൻഡ്, പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന പോലത്തെ പെട്ടികൾ, ബോക്സില്ലേ, നമ്മൾ ട്രങ്ക് പെട്ടി എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള പെട്ടികൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴില്ലേ നമ്മൾ കുറേ വർഷം പിന്നോട്ട് പോയതുപോലെ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും പണ്ടത്തെ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ക്യൂരിയോസ് ഉണ്ട്. ഇതിനൊക്കെ നല്ല ചിലവുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഇത് ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, നൈറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇവിടെ നല്ല ചിലവായിരുന്നു. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് ഞങ്ങളെ റൂം. ഇതുകൊണ്ട് ഇവിടെ അറിയാം. ഇതിവിടെ പിന്നെ നമ്മളെ പനയോല കൊണ്ടുള്ള പായയില്ലേ, അതുണ്ടായിരുന്നു, ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവിടെ അതൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു അതെന്തിനാണ് ഇവിടെ ഉപയോഗിക്കുകയെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അത് ഇവർ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത്, അതിന് നല്ല ചിലവായിരിക്കുമെന്ന് പറഞ്ഞു. എപ്പോഴും ഇവിടെ പായൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ റാന്തൽ വിളക്കില്ലേ, നമ്മൾ തൂക്കിയിടുന്ന, അങ്ങനെയുള്ള പല തരത്തിലുള്ള വിളക്കുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ക്യൂരിയോസാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കാണുന്നത്, പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ആ അറ്റത്ത് കാണുന്നതാണ് പായ. അത് ശരിക്കും ഇവിടെയുള്ളത് പനയോലയാണോ എന്നറിയില്ല. വേറെ ഒരു അത്ര ഫിനിഷ് കാണുന്നില്ല. വേറൊരു തരത്തിലുള്ള ഒരു പായ, അതാണ് ഇവർ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ റാന്തൽ. പിന്നെ ഇതെന്താണെന്നറിയില്ല, പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റിയത്. ഇതൊക്കെ ക്യൂരിയസാണ്, ചുമരിൽ തൂക്കിയിടുന്ന സാധനങ്ങൾ. എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊക്കെ ചിലവുണ്ടാവുമോ, ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്നൊക്കെ വിചാരിച്ചേ. പിന്നെയാണ് മനസ്സിലായത് ഇതിന് നല്ല ആൾക്കാരുണ്ട് എന്ന്. ഇപ്പോഴും പണ്ടത്തെ കാലത്തേക്ക് അത് നമ്മളെ കോപ്പയില്ലേ, അതാണത്. പണ്ടത്തെ കാലത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.